السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം അറാക്കിനെ പറ്റിയാണ്. നാം പല്ല് ശുദ്ധീകരിക്കാൻ വേണ്ടി, പല്ല് തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അറാക്ക്, അത് മക്കയിലാണ് കൂടുതലും ലഭിക്കുന്നത്. ആ അറാക്കിന് വലിയ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേച്ചിരുന്ന ഒരു സാധനമാണ് അറാക്ക്. അത് നമുക്ക് സുന്നത്താണ്, അതുകൊണ്ട് പല്ല് തേക്കൽ. ഇതിന് വലിയ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഇതിലുണ്ട്. കാരണം 2 തവണ WHO, ലോക ആരോഗ്യ സംഘടന, ഈ മിസ്വാക്കിനെ പറ്റി ഒരു റിപ്പോർട്ടിൽ, ജനറൽ ഹൈജീൻ എന്ന് പറയുന്ന റിപ്പോർട്ടിൽ, അത് 1986-ലും 2000-ലും 2 തവണ പബ്ലിഷ് ചെയ്തപ്പോൾ 2 തവണ പറഞ്ഞു നിങ്ങൾ ഈ അറാക്ക് കൊണ്ട് പല്ല് തേക്കണം എന്ന്. അതിൽ പറയുന്നത് മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ അത് അറാക്കാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ അറാക്കിനെ പറ്റി, ഇത് പഴയകാലത്ത് തന്നെ അറാക്കിന് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അതിന് അറബിയിൽ മിസ്വാക്ക് എന്നും, ജപ്പാൻ ഭാഷയിൽ കൊയോജി എന്നും, ഹിബ്രു ഭാഷയിൽ ഹിസാം എന്നും, ലാറ്റിൻ ഭാഷയിൽ മാസ്റ്റിക് എന്നും പറയുന്നു. ഇതിനെപ്പറ്റി ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് റീസർച്ചുകൾ നടന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോ റീസർച്ചുകളുടെയും അതിൻ്റെ റിസൾട്ടിൽ അവർ ഇതിൻ്റെ അനവധി മെഡിക്കൽ ഫലങ്ങളെപ്പറ്റി, ആരോഗ്യപരമായ ഫലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ റാമി മുഹമ്മദ് ദഹബി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ഡോക്ടറും ഗവേഷകനും കൂടിയായ അദ്ദേഹം കൊല്ലങ്ങളോളം ഇതിനെ പറ്റി ഗവേഷണം ചെയ്ത് ഇതിൻ്റെ ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നാം കൂടുതലായി ഉപയോഗിക്കുന്നത് ബ്രഷുകളും അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റുകളും ആണ്. അതിലുള്ള ഇൻഗ്രീഡിയൻ്റ് പോലെ അല്ല ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റുകൾ, അതിൻ്റെ അകത്ത് അടങ്ങിയ ഘടകങ്ങൾ, അതിലൊരുപാട് രോഗങ്ങളെ ശമിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതായത് ഈ അറാക്കിൽ വളരെ പ്രധാനപ്പെട്ട 19 ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുണ്ട്, ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ ഈ 19-ൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ആൻറ്റി ബാക്ടീരിയൽ ആസിഡിക് എന്ന് പറയുന്ന സാധനം. ഈ സാധനം പല്ലിൽ വരുന്ന പഴുപ്പുകളെ നന്നായിട്ട് തടയുന്നു, പിന്നെ പഴുപ്പ് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്കുണ്ടാകുന്ന ഡയോറിയ, ലൂസ് മോഷൻ, അതിസാരങ്ങൾ, അതിനെയും കൂടി തടയാനുള്ള ഒരു ശക്തി ഈ അറാക്കിലുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത്. കാരണം ഈ ഭക്ഷണം നാം കഴിക്കുമ്പോഴേക്ക് പലയിടത്തു നിന്നും കഴിക്കുന്ന ഭക്ഷണമാണല്ലോ പലരും. അതിൽ ചിലപ്പോൾ അതിസാരം ഉണ്ടാക്കുന്ന, ലൂസ് മോഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കും. അതുമൂലമാണ് ഈ ലൂസ് മോഷനൊക്കെ ചിലപ്പോൾ കണ്ടുവരുന്നത്. അതിനെ തടയാൻ ഈ മിസ്വാക്ക് കൊണ്ട് നാം പല്ല് തേച്ചാൽ നമ്മുടെ സലൈവയിൽ, ഉമിനീരിൽ അതിൻ്റെ ആ മരുന്നിൻ്റെ അംശം ചേർന്ന് അത് നമ്മുടെ വയറ്റിലെത്തി, എന്നിട്ട് അതിനെ തടയാനുള്ള ഒരു ശക്തിയും കൂടി ഈ അറാക്കിന് ഉണ്ട്. എന്ന് മാത്രമല്ല, ഇത് വളരെ നാച്ചുറലായ ഒരു ഡിസ്ഇൻഫെക്റ്റഡ് സാധനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു അണുനാശിനിയാണ്. എത്ര അണുക്കളുണ്ടെങ്കിലും അതിനെ തടയുന്ന, അതിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ അറാക്ക്. കാരണം അങ്ങനെ നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ പല്ലുകളിൽ പ്ലേക്കുകൾ വരുന്നുണ്ട്. അതായത് നമുക്കറിയാം, വെളുത്ത ആവരണങ്ങൾ വരുന്നുണ്ട്. ആ ആവരണങ്ങളിൽ കുന്നുകൂടിയ രോഗാണുക്കളെ തടയാൻ, അതിനെ ഇല്ലാണ്ടാക്കാൻ, അതുപോലെ തന്നെ
വളരെ സൂക്ഷ്മമായ മുറിവുകൾ നമ്മുടെ മോണയിൽ വരുന്നുണ്ട്. അതിനൊക്കെ തടയാൻ ഉള്ള ഒരു അണുനാശിനിയും കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ പല്ലുകൾക്ക് വരുന്ന എല്ലാ ജാതി രോഗങ്ങളും അതിനെ തടുക്കാനുള്ള പലജാതി രോഗങ്ങൾ പല്ലിന് വരുന്നുണ്ട്, വായക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഡെൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു BDSും MDSും പഠിക്കുന്ന 7 വർഷത്തെ ബിരുദാണ്. ഒരു 7 വർഷം പഠിക്കുമ്പോഴേക്ക് എത്രമാത്രം പഠിക്കാനുണ്ടാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതിൻ്റെ അപ്പുറം അവർ PhD ഒക്കെ ചെയ്യുന്നുണ്ട്. കാലങ്ങളോളം അതിനു വേണ്ടി ഒൻലി നമ്മുടെ മോണ, പല്ല്, വായ അത് സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് ഇത്രയും വർഷങ്ങൾ, ഈ നീണ്ട വർഷങ്ങൾ അവർ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത്രമാത്രം കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് എന്ന്. ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ, വളരെ നാച്ചുറലായിട്ട് അതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അറാക്ക് എന്നുള്ളത്. ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ രുചി ചിലപ്പോൾ ആൾക്കാർക്ക് ദഹിച്ചു കൊള്ളണം എന്നില്ല. ഒരു എരിവും ചിലപ്പോൾ ഒരു ഉപ്പിൻ്റെ അംശം പോലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് നമ്മുടെ വായയുടെ, പല്ലിൻ്റെ, മോണയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതായത് മോണയിൽ പഴുപ്പുണ്ടാക്കുന്ന ബാക്ടീരിയകളെ ഇത് എത്രയും പെട്ടെന്നായിട്ട് കൊന്നൊടുക്കും. ആ ബാക്ടീരിയകൾ പിന്നെ ഉണ്ടാവുകയില്ല ഇത് ഉപയോഗിച്ചാൽ. എല്ലാ പേസ്റ്റുകളിൽ ഇങ്ങനെയുള്ള ഒരു ഫായ്ദ കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം അത്രമാത്രം ഗവേഷണം ചെയ്ത ഒരു സാധനമാണ് അറാക്ക് എന്നുള്ളത്. അതിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം, ഫ്ലോറൈഡ്, പൊട്ടാസ്യം, ബികാർബോണേറ്റ്, കാൽസ്യം എല്ലാം ഇത് നമ്മുടെ പല്ലിൻ്റെ, മോണയുടെ, വായയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ പല്ലിന് ഒരു തിളക്കം വേണം. അതേപോലെ തന്നെ വൈറ്റ്നസ്സും ബ്രൈറ്റ്നസ്സും വേണം. അത് പരിപൂർണമായിട്ടും നമുക്ക് ലഭിക്കുന്നത് ഒരു വെളുപ്പും എന്ന് മാത്രമല്ല, വെളുപ്പോടുകൂടി തിളക്കവും കൂടി വേണം. അത് ശരിക്കും ലഭിക്കുന്നത് ഈ അറാക്കിൽ നിന്നാണ്. അമേരിക്കൻ ഡെൻ്റൽ അസോസിയേഷൻ അവർ പറഞ്ഞു അതിൽ സോഡിയമും ബികാർബോണേറ്റും അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് വളരെ പെർഫെക്റ്റായ ഒരു മെഡിസിനാണ് നമ്മുടെ പല്ലിൽ വരുന്ന പ്ലേക്കിനെ തടയാൻ. ചിലപ്പോൾ ഇതിൽ നിന്നുള്ള പേസ്റ്റും ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ ഒരു നാച്ചുറലായ ഒരു ഓയിലുണ്ട്. അതിനൊരു സുഗന്ധത്തിൻ്റെ സ്മെല്ലുണ്ട്, ചെറിയ ഒരു നിലക്കുള്ള. ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അത് ഈ വായ നാറ്റങ്ങളെ തടയാൻ വളരെ നല്ലതാണ്. നമ്മുടെ നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ പല്ലുകളിൽ ഉണ്ടാകുന്ന ആവരണങ്ങൾ, പ്ലേക്കുകൾ അവിടെ ഉണ്ടാകുന്നല്ലോ. എന്നിട്ട് ക്രമേണ നമ്മുടെ മോണകൾ ജീർണിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇതിൽ ഒരു എൻസൈമുണ്ട് ഈ അറാക്കിൽ. ആ എൻസൈം ഈ പ്ലേക്കുകളെ, ഈ ആവരണങ്ങളെ ഇല്ലാണ്ടാക്കുന്നു. എന്നിട്ട് ഈ ആവരണം ഉണ്ടായാൽ ആണ് നമ്മുടെ പല്ലുകൾ, നമ്മുടെ കുട്ടികളുടെ പല്ലുകൾ പെട്ടെന്നായിട്ട് കൊഴുതു പോകുന്നത്, അല്ലെങ്കിൽ അത് കറക്കുകയോ അത് ചീയുകയോ ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളെ ഈ എൻസൈം പരിപൂർണമായി തടയുന്നു. അതേപോലെ തന്നെ അതിലുള്ള ഈ ബാക്ടീരിയകളെ, രോഗാണുക്കളെ തടയാനുള്ള ആൻറ്റിജേംസ്, അതായത് ഇതിനെ തടയുന്ന ഒരു ചേരുവ, ഒരു ഘടകം അതിലുണ്ട്. അത് പെൻസിലിൻ ആയി അവിടെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ അറാക്ക്. എല്ലാവരും ഉംറക്ക് പോകുന്നവരടുത്തും ഹജ്ജിന് പോകുന്നവരടുത്തും തിരിച്ചു വരുമ്പോഴേക്ക് പലരും പല ഓഫറും ചെയ്യലുണ്ട്. പല മിഠായികൾ, ചോക്ലേറ്റുകൾ, അതുപോലെ തന്നെ പല സാധനങ്ങളും കൊണ്ടുവരാൻ വേണ്ടി. അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കൂടുതലായിട്ട് പറയേണ്ടത് അവരുടെ അടുത്ത് അറാക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. പക്ഷെ അത് ഉണങ്ങിയാൽ അത് ഉണങ്ങിയ നിലയിലാണെങ്കിൽ ഇത്ര ഫായ്ദ കിട്ടിക്കൊള്ളണം എന്ന് ചിലപ്പോൾ ഇല്ല.
അതങ്ങനെ പച്ചയോടെ തേക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഉണങ്ങിയാലും പ്രശ്നമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിൽ ഇത് കൊണ്ടുവന്ന് നാം അതിൽ തേക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സുന്നത്തായി കൽപ്പിച്ച ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊക്കെ നമ്മോട് സുന്നത്തായി കൽപ്പിച്ചിട്ടുണ്ടോ അതിലൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വലിയ മെഡിക്കൽ ഫലങ്ങളുണ്ട്. ഇതൊക്കെ നാം ചിന്തിക്കണം, ഇതിനെപ്പറ്റി പഠിക്കണം, പഠിച്ച് അതനുസരിച്ച് ജീവിക്കണം. എന്നാൽ നമുക്ക് ഇവിടെയും പാരത്രിക ലോകത്തും സുഖമുണ്ട്. അല്ലാഹു തആല നല്ലത് പറയുവാൻ തൗഫീഖ് നൽകട്ടെ. ഈ ഭൂമി അല്ലാഹു തആല ശാന്തിയും സമാധാനം കൊണ്ട് നിറക്കട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.